സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് പ്രധാന വാർത്തകൾ. मैं नीतीश कुमार सबकी निष्ठा से प्रतिज्ञान करता हूं कि जो विषय बिहार राज्य के मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे याद മലക്കം മറഞ്ഞ നിതീഷ് കുമാർ വീണ്ടും ബിഹാർ മുഖ്യമന്ത്രി. രാവിലെ രാജി, വൈകുന്നേരം സത്യപ്രതിജ്ഞ. രാവിലെ മഹാസഖ്യത്തിൽ, വൈകിട്ട് NDA. ബിജെപിയിൽ നിന്നും സൗമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാർ. പത്ത് വർഷത്തിനിടെ നിതീഷിന്റെ അഞ്ചാം മുന്നണി മാറ്റം. നിറം മാറുന്ന ഒന്നിന് വെല്ലുവിളിയെന്ന് കോൺഗ്രസ്. ഇന്ത്യ മുന്നണി നിരാശപ്പെടുത്തിയെന്ന് നിതീഷ്. കോൺഗ്രസിനെ പിളർത്താനും ശ്രമം. 19-ൽ 9 കോൺഗ്രസ് MLA-മാർ കാണാനില്ല. ഗവർണറുടെ സുരക്ഷ പിൻവലിക്കാത്ത പോലീസ്. CRPF സംഘം രാജ്ഭവനിൽ തുടരുന്നു. ഗവർണർ എല്ലാ പരിധിയും വിട്ടെന്ന് CPM. മുഖ്യമന്ത്രി CRPF-നെ അവഹേളിച്ചുവെന്ന് V. മുരളീധരൻ. ഗവർണർ തെരുവിലിരുന്നത് മോശമെന്ന് K. മുരളീധരൻ. കർണാടകയിൽ പടക്കശാലയിൽ പൊട്ടിത്തെറി. 2 മലയാളികളടക്കം 3 പേർ കൊല്ലപ്പെട്ടു. സ്വാമി, വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഉടമ ബഷീർ അടക്കം 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. മാലദ്വീപ് പാർലമെന്റിൽ തമ്മിലടി. പ്രതിപക്ഷ MP-മാർ പാർലമെന്റിൽ കയറുന്നത് തടഞ്ഞ് ഭരണപക്ഷം. സ്പീക്കറുടെ ചേംബറിൽ കയറി വോട്ടിംഗ് കാർഡുകൾ തട്ടിയെടുത്തു. പുലിപ്പേടിയിൽ വയനാട്. മേപ്പാടിയിൽ വളർത്തുനായയെ കൊന്നു. ചേകാടിയിൽ കാട്ടാനാക്രമണം. ഹൈദരാബാദ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ഇംഗ്ലണ്ടിന്റെ ജയം 28 റൺസിന്. ഓസ്ട്രേലിയക്കെതിരായ 2ാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ചരിത്ര ജയം. 27 വർഷത്തിന് ശേഷമാണ് ഓസീസ് മണ്ണിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ടെസ്റ്റ് ജയം. വിശദമായ വാർത്തകൾ നോക്കാം. കർണാടകയിലെ ബെൽത്തങ്ങാടിയിൽ പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 2 മലയാളികളടക്കം 3 പേർ മരിച്ചു. സ്വാമി, വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഹാസൻ സ്വദേശി ചേതനാണ് മരിച്ച മറ്റൊരാൾ. വൈകിട്ട് 5:30യോടുകൂടിയാണ് മലപ്പുറം സ്വദേശി ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള സോളിഡ് ഫയർ വർക്ക് എന്ന പടക്ക സംഭരണ യൂണിറ്റിൽ വൻ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തെ തുടർന്ന് 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മറ്റൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരിച്ചത്. അഗ്നിശമന സേനയും അത്യാഹിത വിഭാഗവും സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. സ്ഫോടനത്തിന്റെ കാരണമെന്തെന്ന് വ്യക്തമല്ല. ഫാമുടമ ബഷീറടക്കം 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, 7:30 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്യുകയായിരുന്ന സ്വാമി, വർഗീസ് മരിച്ച മലയാളികൾ. മലപ്പുറം സ്വദേശിയായ ബഷീറിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഫാമിലാണ് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. അത് അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്തത്. പടക്കം നിർമ്മിച്ചിരുന്ന ചെറിയ കെട്ടിടം ഈ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ 9 പേർ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സോളിഡ് ഫയർ വർക്ക്സ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ 9 പേരിൽ 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ 3 പേരാണ് മരണപ്പെടുകയും ചെയ്തത്. അതിൽ 2 പേർ മലയാളികളാണ്. ഇവർ മലയാളികളാണ് എന്നുള്ളതല്ലാതെ ഇവർ കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നുള്ളവരാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. എന്തായാലും നിലവിൽ പരിക്കേറ്റവരിൽ ഒരാൾ മലയാളി കൂടിയുണ്ട്. അവരുടെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ ഫാമുടെ അമ്മ അടക്കം 2 പേരെ ഇതിനോടകം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും നിലവിൽ അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങൾ, ഈ സ്ഫോടനത്തിനിടയാക്കിയ കാരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
രാഷ്ട്രീയ നാടകങ്ങൾക്ക് വിരാമമിട്ട് ബീഹാറിൽ എൻഡിഎ മുഖ്യമന്ത്രിയായി ജെഡിയു നേതാവ് നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സമ്രാട് ചൌധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ. എച്ച്എം നേതാവ് ജിതിൻ റാം മാഞ്ചിയുടെ മകൻ സന്തോഷ് മാഞ്ചി ഉൾപ്പെടെ 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെയായിരുന്നു നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച എൻഡിഎ സഖ്യവുമായി ചേർന്നത്. 2 ദിവസം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നുവെന്നും പുതിയ മന്ത്രിസഭയുണ്ടാക്കാൻ അനുമതി നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഗവർണറെ കണ്ടത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു എൻഡിഎ മുഖ്യമന്ത്രിയായുള്ള നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നടന്നത്. അദ്ദേഹത്തോടൊപ്പം 2 BJP MLA-മാരും ഉപമുഖ്യമന്ത്രിമാരായി സ്ഥാനമേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്, സാമ്രാട് ചൌധരിയാണ് ഒന്ന്. മറ്റൊന്ന് വിജയ് സിൻഹയാണ് അധികാരമേറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ 6 BJP MLA-മാർ മന്ത്രിമാരായും ചുമതലയേറ്റിട്ടുണ്ട്. ഏതായാലും 2 ദിവസം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ NDA പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. BJP-ക്ക് വലിയ നേട്ടം അവകാശപ്പെടാവുന്നതാണ് ഈ സഖ്യം. നേരത്തെ അതായത് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ ഒരു വലിയ സംസ്ഥാനത്തുകൂടെ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ BJP-ക്ക് കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ജാതി സെൻസസ് കൊണ്ടുവന്ന ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു പ്രബലനായ നേതാവിനെ കൂടെ നിർത്താൻ കഴിയുന്നു എന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകരമായ ഒരു നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കഴിഞ്ഞ തവണ 6 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചിരുന്നത് എങ്കിൽ JDU സഖ്യത്തോടൊപ്പം ചേരുമ്പോൾ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ആകും എന്നൊരു ആത്മവിശ്വാസവും BJP ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നിതീഷ് കുമാർ ചർച്ചകൾ നടത്തിയത്. അതിൽ ഉരുത്തിരിഞ്ഞ ഫോർമുല പ്രകാരമാണ് ഇന്ന് അദ്ദേഹം രാജിവെച്ചതിന് ശേഷമാണ് BJP MLA-മാരുടെ പിന്തുണ കത്ത് ഇദ്ദേഹത്തിന് കൈമാറിയിരിക്കുന്നത്. 78 നമുക്കറിയാം ബീഹാറിൽ 243 അംഗ നിയമസഭയാണുള്ളത്. അതിൽ 122 ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിതീഷ് കുമാർ പിൻവാങ്ങിയതോടുകൂടി RJD കോൺഗ്രസ് സഖ്യത്തിന് ഈ ഭൂരിപക്ഷം നഷ്ടമായി. 114 പേർ മാത്രമാണ് ഇപ്പോൾ ആ സഖ്യത്തിൽ ഉള്ളത്. പകരം 78 അംഗങ്ങളുള്ള BJP-യും JDU-യും ചേർന്നതോടുകൂടി 45 അംഗങ്ങളുള്ള JDU-വും കൂടെ ചേർന്നതോടുകൂടി 123 അംഗബലം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവാമി HAM-ന്റെ ഒരാൾ കൂടെ NDA സഖ്യത്തോടൊപ്പം ചേർന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ സാധിച്ചു. നേരത്തെ ഈ ജിതിൻ മാഞ്ചിയെ തങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടി കോൺഗ്രസ് പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും മാഞ്ചിക്ക് ഒരു മന്ത്രിസ്ഥാനം മാഞ്ചിയുടെ മകന് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ HAM-നെ ഇവർ കൂടെ അതായത് NDA സഖ്യം കൂടെ നിർത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ നാടകത്തിനാണ് ബീഹാറിൽ അന്ത്യമായിരിക്കുന്നത്. 2000-ലാണ് നിതീഷ് കുമാർ ആദ്യമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. അന്ന് 8 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിഞ്ഞത്. പിന്നീട് 2005-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതിനുശേഷം തുടർന്ന് ചെറിയ ഒരു ഇടവേളകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 18 വർഷക്കാലത്തോളം തുടർച്ചയായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. ഒരു വികസന നായകൻ എന്നൊരു മുഖമാണ് നിതീഷ് കുമാറിന് ബീഹാറിലുള്ളത്. ഏതായാലും ഈ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നിതീഷ് കുമാറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിതീഷിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ JDU പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. നിശബ്ദത പാലിച്ചത് ഇന്ത്യ സഖ്യം തകരാതിരിക്കാനാണെന്നും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു. पहले से मालूम था, लेकिन हमने इंडिया अलायंस को इंटैक्ट रखने के लिए हम होके कोई बात अगर गलत करेंगे तो वो रॉन्ग मैसेज आएगा. इसीलिए हमने कल लोग पूछे मुझे, परसों पूछे, तो मैं यही कहा कि देखेंगे. अभी हम तो उसका डेवलपमेंट हमको मालूम नहीं, उसके बाद हम देखेंगे. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ ആക്രമണം ശക്തമാക്കി CPM. ഗവർണറുടെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയാണെന്ന് MP ഗോവിന്ദൻ. തന്നെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ഗവർണറെന്നും MP ഗോവിന്ദൻ പ്രതികരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള തെറ്റായ
പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPFന് കൈമാറിയ കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് LDF കൺവീനർ പി ജയരാജൻ. CRPFനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി, കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേയറ്റം അപലനീയമാണ്. ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമമാണിത്. വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഗവർണറുടെ നടപടിയെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തോട് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്രം പെരുമാറുന്നത്. ഗവർണറുടെ നടപടിയടക്കം ഈ സാഹചര്യത്തിലാണ് കാണേണ്ടതെന്നും MP രാജേഷ് പ്രതികരിച്ചു. വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമം നടത്തുകയാണ്. സാമ്പത്തിക ഉപരോധം കേരളത്തിന് മേൽ ഏർപ്പെടുത്തി ഞെരുക്കാൻ ശ്രമിച്ചിട്ടും വിജയിക്കാതെ വന്നപ്പോൾ മറ്റു തരത്തിലുള്ള ഭീഷണിയുമായി അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരികയാണ്. അതിന് ഈ കാര്യങ്ങളെല്ലാം ആ നിലയിലാണ് കാണേണ്ടത്. CRPFനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം സേനയെ അവഹേളിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രാഹുൽ ഗാന്ധി, വെള്ളാപ്പള്ളി നടേശൻ, അമൃതാനന്ദമയി എന്നിവർക്കെല്ലാം സംരക്ഷണം നൽകുന്നത് CRPF ആണ്. ആ സേനയാണ് RSSകാർക്ക് സംരക്ഷണം നൽകാനുള്ള സേനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പരാമർശം പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും വി മുരളീധരൻ പറഞ്ഞു. കരിങ്കൊടി കാട്ടിയതിൽ പ്രതിഷേധിച്ച ഗവർണർ തെരുവിലിരുന്നത് മോശപ്പെട്ട കാര്യമെന്ന് K മുരളീധരൻ. ഗവർണർ പക്വതയോടെ വിഷയം കൈകാര്യം ചെയ്യണമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയാലും അടുത്തുവരുന്ന ആളും ഇതുപോലെ തന്നെയാകും. ആര് വന്നാലും കണക്കാണെന്നും K മുരളീധരൻ പ്രതികരിച്ചു. വിവേറുണ്ട് റിപ്പോർട്ട് കാണാം. ഗവർണർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കത്തിനാണ് CPMന്റെ തീരുമാനം. നേരത്തെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗവർണർക്കെതിരെ പരാതി പറഞ്ഞുകൊണ്ട് കത്തയച്ചപ്പോൾ അപ്പോൾ തന്നെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചവർ CPMനുണ്ട്. എന്നാൽ അതിന് സമയമായിട്ടില്ല, അടുത്ത ഘട്ടമായി നോക്കാമെന്നാണ് മുഖ്യമന്ത്രി അന്ന് നിലപാടെടുത്തത്. പക്ഷേ ഇനി അങ്ങോട്ട് അത്തരം കാര്യങ്ങളിലേക്കും CPMന്റെ ചിന്തകൾ പോകും. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ആ രീതിയിൽ ചർച്ച ചെയ്യാൻ ആലോചനയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം ഗവർണർ എല്ലാ സീമകളും ലംഘിച്ച്, എല്ലാ പരിധികളും ലംഘിച്ചാണ് സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്നത്. ഇന്നലെ നിലവിലുണ്ടായ സംഭവം, അതിനുശേഷം സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ, സംസ്ഥാനത്തെ അറിയിക്കാതെ CRPF സേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തുമൊക്കെ ഭരണഘടനാ തത്വങ്ങൾക്കും ഫെഡറൽ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയായി, അതിലേക്കുള്ള അതിക്രമമായി CPM നേതൃത്വം കാണുന്നു. ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും BJP സർക്കാരിനെയും വേറിട്ടല്ല CPM നേതൃത്വവും ഇടതുമുന്നണിയും സർക്കാരുമൊക്കെ കാണുന്നത്. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന രീതിയിൽ CPM വിലയിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുമെതിരെയുള്ള പോരാട്ടം ഒറ്റ പോരാട്ടമായി മാറ്റി അത്തരമൊരു നീക്കത്തിനാണ് CPMന്റെ ഇപ്പോഴത്തെ ആലോചന. കേന്ദ്രവിരുദ്ധ സമരം 8-ാം തീയതി ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണറുടെ നീക്കങ്ങളും അതൊരു ചർച്ചാ വിഷയമായി മാറും. അവിടെ പുറത്തുനിന്നുള്ള, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ, നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിക്കാൻ CPM ശ്രമം നടത്തുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം അതിനുള്ള പിന്തുണ നൽകുന്നുണ്ട്. അവിടെ കൂടി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടെയും അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നത് ദേശീയ വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. ഇന്ന് ഇവിടെ ചേരുന്ന, അതായത് വെളുപ്പിശാല EMS അക്കാദമിയിൽ ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം, 3 ദിവസമായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും പ്രധാന ചർച്ചാ വിഷയമായി ഇക്കാര്യം മാറും. ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതാണ്. കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകാൻ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചാലും കേന്ദ്രം അത് ചെയ്യില്ല എന്ന് CPM ഉറപ്പിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ, രാഷ്ട്രീയമായത് ചെയ്തുവെന്ന് വരുത്തി തീർക്കാനെങ്കിലും അത്തരം നീക്കം ആവശ്യമാണെന്ന വികാരം CPMൽ ശക്തമാകുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായത് മാറുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെ കടുത്ത ചില നീക്കങ്ങൾക്ക് CPM തയ്യാറാകും. CRPF സേന വന്നാലും SFIയുടെ സമരം തുടരും. ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെയാണ് SFI തീരുമാനമെടുക്കുന്നതിന് CPMന്റെ പൂർണ്ണ പിന്തുണ SFIയുടെ നീക്കങ്ങൾക്കുമുണ്ട്. മാലദ്വീപ് പാർലമെന്റിൽ തമ്മിലടി. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ മന്ത്രിസഭയിൽ പാർലമെന്റിന്റെ അംഗീകാരത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. മൊയ്സുവിന്റെ മന്ത്രിസഭയിലെ 4 അംഗങ്ങൾക്ക് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വോട്ടെടുപ്പിനിടെയായിരുന്നു സംഘർഷം. പാർലമെന്റിൽ ഗണ്യമായ ഭൂരിപക്ഷമുള്ള മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റുകളും പ്രത്യേക ക്യാബിനറ്റ് അംഗങ്ങൾക്കുള്ള അംഗീകാരം തടയാൻ കൂട്ടായി തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷ MP-മാർ പാർലമെന്റിൽ പ്രവേശിക്കുന്നത് ഭരണകക്ഷി MP-മാർ തടഞ്ഞതോടെ കയ്യാങ്കളിയുമായി. സ്പീക്കറുടെ ചേംബറിൽ കയറി ഭരണകക്ഷി MP-മാർ വോട്ടിംഗ് കാർഡുകൾ എടുത്തുകൊണ്ടുപോയി.
ലീഗ് LDF-ലേക്ക് വരാൻ സാധ്യതയില്ലെന്ന് PV അൻവർ. കാരണം ലീഗ് എന്ന പാർട്ടി തന്നെ ശുഷ്കിച്ചില്ലാതാകുന്ന അവസ്ഥയിലാണ്. പിളർപ്പിന്റെ പാതയിലാണ് ലീഗെന്നും സമസ്തയുമായുള്ള ഭിന്നത ലീഗിന്റെ അടിവേരിളക്കിയിരിക്കുകയാണെന്നും അൻവർ പ്രതികരിച്ചു. ആയിരക്കണക്കിന് ലീഗ് അണികൾ ഇടതുമുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായൊരു നിലപാടെടുക്കാൻ പോലും കഴിവില്ലാത്ത ലീഗിന് അധികകാലം നിലനിൽപ്പില്ലെന്നും PV അൻവർ പരിഹസിച്ചു. ലീഗ് നേരിട്ട് LDF-ലേക്ക് വരേണ്ട ആവശ്യം വരില്ല. മുസ്ലിം ലീഗിൻ്റെ പത്രമാണല്ലോ ചന്ദ്രിക പത്രം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ കുറിച്ച് ഒരു വരി പത്രം എഴുതിയിട്ടില്ല. അന്നിറങ്ങിയ നമ്മുടെ ദേശാഭിമാനി പത്രം പരിശോധിച്ചാൽ വോട്ട് പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ലീഗിന് ഈ കാര്യത്തിലൊന്നും ഒരു നിലപാടില്ല. ലീഗ് LDF-ലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടല്ല. പക്ഷേ ലീഗിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ LDF-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്കാണ് ലീഗ് പോകുന്നതെങ്കിൽ ലീഗ് ഈ രീതിയിൽ ശുഷ്കിച്ചില്ല. ഡിക്ലെയർഡ് പിളർപ്പ് നടന്നില്ലെങ്കിലും അത് പിളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ റിഫ്ലക്ഷൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാൻ പോകുന്നതാണ്. സംസ്ഥാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുന്ന ഇടപെടലുകൾ ബജറ്റിലുണ്ടാകും. വിമർശനമുണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്ന് മറക്കരുതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. തീർച്ചയായിട്ടും ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക, അതിനാണ് ഞങ്ങൾ ശ്രമിക്കുക. ജനങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ ഏറ്റവും നന്നായി ജനപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷമാണ്. ബാക്കി ഒരു സ്റ്റേറ്റിലും ഇപ്പോൾ LDF ഗവൺമെന്റും ഇല്ല, ഇങ്ങനത്തെ ഗവൺമെന്റ് ഇല്ല. കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളെല്ലാം മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ല. കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ കൂടി ഉണ്ടായതാണ്. കേരളത്തിന്റെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യവും കേരളത്തിന്റെ പുരോഗമനപരമായ സ്വഭാവവും സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് എത്രയോ സംഭവങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേരളം. ആ കേരളത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശക്തിപ്പെടണം എന്നുള്ളത് അവരെല്ലാം അറിയുന്ന കാര്യമാണ്. ആ കരുതൽ താങ്കൾ ബജറ്റിൽ നടത്തും? തീർച്ചയായിട്ടും ആ കരുതലുണ്ടാവും. കേരളത്തിന്റെ ഒരു സമൂഹത്തെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സമീപനവും ഉണ്ടാവും. ക്ഷേമ പെൻഷൻ വർധനവിനല്ല, പെൻഷൻ മുടങ്ങാതെ നൽകാനാണ് മുൻഗണനയെന്ന് മന്ത്രി KN ബാലഗോപാൽ. ദൈനംദിന കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ കേന്ദ്രം നൽകാനുള്ള പണം നൽകണം. മുടങ്ങിയ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ബജറ്റിലുണ്ടാവുമെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. കൃത്യമായി ക്ഷേമ പെൻഷൻ നടത്തുക എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ അജണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം ഈ വരുന്ന കണക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണം, ഇത് ഞാൻ പറയുന്ന അവിടുന്ന് വേറെ ഏതോ അക്കൗണ്ടിൽ ഇങ്ങോട്ട് തരാനുള്ള, നമുക്ക് തരാനുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള പണം, അതെല്ലാം എന്താ അവരാണോ തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഈ റിസർവ് ബാങ്കിന്റെയും കൂടി നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യവും. ആ കിട്ടേണ്ട പണം ഉൾപ്പെടെ നമുക്ക് കിട്ടണം. നിലവിലുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. അത് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു കരുതൽ ബജറ്റിലുണ്ട്. അതിനുള്ള എല്ലാ ശ്രമമാണല്ലോ. അത് അങ്ങനെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതെല്ലാം ഭാവിയിൽ അങ്ങനെ തന്നെ കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ പുരസ്കാരമാണ് പത്മ പുരസ്കാരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്മ അവാർഡിന്റെ വിശ്വാസ്യത നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. 10 വർഷം കൊണ്ട് പത്മ അവാർഡ് വിതരണം ചെയ്യുന്നതിന്റെ രീതി തന്നെ മാറിയെന്നും 2014-നേക്കാൾ 28 ഇരട്ടി നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ ലഭിച്ചതെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. വയനാട് മേപ്പാടി ചൂരൽമലയിൽ പുലി വളർത്തുനായയെ കൊന്നു. ചൂരൽമല സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. ഇതിനിടയിൽ ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് പുലിയുടെ ആക്രമണമുണ്ടായത്. തോട്ടം തൊഴിലാളിയായ ഉണ്ണികൃഷ്ണൻ വീട്ടുകാർക്കൊപ്പം സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികൾ കാണാൻ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് നായയെ കാണാതായത്. ഇന്ന് രാവിലെ തോട്ടത്തിന് സമീപം പാതി ഭക്ഷിച്ച നിലയിൽ നായയുടെ ജഡം കണ്ടെത്തി. അപ്പം ഞങ്ങൾ പോകുമ്പോൾ പട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടിലാക്കിയിട്ട് പോയതാണ്. പിന്നെ രാത്രി ഞങ്ങൾ വരുമ്പോൾ 12-1 മണിയായി വരുമ്പോൾ പിന്നെ വന്ന് രാവിലെ മൂപ്പരാണ് വന്നിട്ട് എന്നും പട്ടീനെ നോക്കൽ. വന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്, പുലിനെ പിടിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം മുണ്ടക്കൈ പ്രദേശത്ത് വട്ടപ്പാറ ഇബ്രാഹിമിന്റെ പോത്തിനെ പുലി കൊന്നിരുന്നു. ഒരാഴ്ച മുമ്പ് ഇബ്രാഹിമിന്റെ തന്നെ മറ്റൊരു പോത്തും പുലിയുടെ ആക്രമണത്തിൽ ചത്തിരുന്നു. മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരൽമല, കടൂർ മേഖലകളിലെല്ലാം മാസങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. അതിനിടെ വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പാളക്കൊല്ലി ചാലക്കൽ ഷെൽജൻ, പോൾ എന്ന ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്.
പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിലേക്ക് പോകവേ രാത്രി വനപാതയിൽ വെച്ച് കാട്ടാന കാർ ആക്രമിക്കുകയായിരുന്നു. ഇരുവരും ചികിത്സയിലാണ്. ന്യൂസ് 18 വയനാട്. ആനയെ കയറ്റി വന്ന ലോറി കയറിയിറങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. തിരുവനന്തപുരം പള്ളിപ്പുറം കരിച്ചാറ സ്വദേശി നസീറാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെ കഴക്കൂട്ടത്ത് ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന സ്ഥലത്തായിരുന്നു അപകടം. വിഴിഞ്ഞം പനത്തുറയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് ആനയെ കയറ്റി പോവുകയായിരുന്ന ലോറി നസീർ ഓടിച്ചിരുന്ന ബൈക്കിൽ നിൽക്കുകയായിരുന്നു. സർവീസ് റോഡ് വഴി ബൈക്കിൽ വരികയായിരുന്ന അദ്ദേഹം ലോറി തട്ടി ബൈക്ക് മറിഞ്ഞ നസീർ ലോറിക്കടിയിൽപ്പെടുകയായിരുന്നു. ലോറിയുടെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങിയായിരുന്നു മരണം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയില്ല, നിലവിൽ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നും വിഷയത്തെക്കുറിച്ച് പഠിച്ചതിനു ശേഷം പറയാമെന്നും ശ്രീധരൻപിള്ള പ്രതികരിച്ചു. ഞാൻ ഗോവയിലെ ഗവർണറാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളെ പറ്റി എനിക്ക് അറിയില്ല. ഞാനതിനെ പറ്റി ഒന്ന് പഠിക്കട്ടെ. ഈ CRPF എങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, സ്റ്റേറ്റ് പോലീസ് എന്താണ്, അതിന്റെ നിയമവശം ഒന്നുകൊണ്ട് പരിശോധിച്ചിട്ട് പിന്നീട് പറയാം. അല്ല അതേപറ്റി അല്ല, അത് അതിനെ സംബന്ധിച്ചിടത്തോളം ഞാനല്ലോ, വേറെ സ്റ്റേറ്റിന്റെ ഗവർണർ അല്ലല്ലോ. ഗവർണർ ആയതുകൊണ്ട് എനിക്ക് റെസ്ട്രിക്ഷൻ അഭിപ്രായം പറയാം. അല്ല, ഞാൻ അതിന്റെ അല്ല, അതിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ആദ്യം പഠിക്കണ്ടേ. ഞാൻ വെറും ഒരു പാവ അജ്ഞനാണ് അക്കാര്യത്തിൽ. ഗവർണർക്ക് രാഷ്ട്രീയം പാടില്ല, ഗവർണർ രാഷ്ട്രീയം പറയുന്നത് ഉചിതമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ മീറ്റിംഗിൽ എല്ലാ പാർട്ടിയുടെ ആൾക്കാർ പങ്കെടുക്കുന്നു. അപ്പോൾ എല്ലാ പാർട്ടിയുണ്ട്, MLA-മാര്, MP-മാര്, 2 മുന്നണികളുടെ ആൾക്കാരെല്ലാം ഉണ്ട്. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിനെ അവർ വ്യാഖ്യാനിച്ച് പിന്നെ സംസാരിക്കും. അങ്ങനെ ഞാൻ തുടക്കമിടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഗോവക്കാരനാണ്. ഇപ്പൊ ഈ കാര്യത്തിൽ കേരളക്കാരനല്ല. വാർത്തകൾ ചുരുക്കത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിച്ച വി മുരളീധരൻ. ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. മത്സരിക്കുന്നത് എവിടെയെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും വി മുരളീധരൻ. മമ്മൂട്ടിക്ക് പത്മ അവാർഡ് ലഭിക്കാത്തത് ചൂണ്ടിക്കാട്ടിയ VD സതീശനെ വിമർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പത്മ അവാർഡുകൾ ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണക്കാർക്കാണെന്നും കേന്ദ്രമന്ത്രി. തമിഴ്നാട് തെങ്കാശിയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. കാറും സിമന്റ് കയറി വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഏദൻ ഉൾക്കടലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ടാങ്കർ കപ്പലിന് തീപിടിച്ചു. മർലിൻ ലോണ്ട എന്ന കപ്പലിന് നേരെയായിരുന്നു മിസൈൽ ആക്രമണം. അമേരിക്കയും ബ്രിട്ടനും തങ്ങൾക്ക് നേരെ നടത്തുന്ന വ്യോമാക്രമണത്തിന് മറുപടിയായിരുന്നു മിസൈൽ ആക്രമണം. ഇനി കായിക വാർത്തകൾ നോക്കാം. ഹൈദരാബാദ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 28 റൺസ് ജയം. 231 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 202 റൺസിന് പുറത്തായി. 7 വിക്കറ്റ് വീഴ്ത്തിയ ടോം ഹാർട്ട്ലിയാണ് ഇംഗ്ലണ്ടിന്റെ വിജയശില്പി. രണ്ടാം ഇന്നിംഗ്സിൽ 420 റൺസ് എടുത്താണ് ഇംഗ്ലണ്ട് പുറത്തായത്. ഒലി പോപ്പ് 196 റൺസ് എടുത്ത് പുറത്തായി. ജയ്പ്രീത് ബുംറ 4 വിക്കറ്റ് വീഴ്ത്തി. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ചരിത്ര വിജയം സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസ്. 27 വർഷത്തിന് ശേഷമാണ് ഓസീസ് മണ്ണിൽ വെസ്റ്റ് ഇൻഡീസിന് ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്നത്. ഗാബയിൽ നടന്ന മത്സരത്തിൽ 8 റൺസിനാണ് വിൻഡീസിന്റെ വിജയം. 216 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 207 റൺസിന് ഓൾ ഔട്ടായി. പരിക്കേറ്റ് ചികിത്സ തേടിയ ശേഷം 7 വിക്കറ്റ് വീഴ്ത്തിയ ഷമാർ ജോസഫാണ് വിൻഡീസിന് അവിശ്വസനീയ ജയമൊരുക്കിയത്. The West Indies, there'll be felicitations from Kingston to Georgetown, Guyana. First day-night test win for the West Indies. And this is just the beginning of what storied career. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5755, പവന് 46,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 47,078, പവന് 38,244. വെള്ളി ഗ്രാമിന് 77 കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അരനൂറ്റാണ്ടുകാലം ചവിട്ടുകളിയെ നെഞ്ചിലേറ്റിയ തങ്കമ്മ പുരസ്കാര നിറവിൽ. പാരമ്പര്യകലയായ ചവിട്ടുകളിയെ സമൂഹത്തിൽ നിലനിർത്തിപ്പോന്നതിനാണ് പാലക്കാട് വള്ളൂർ സ്വദേശി തങ്കമ്മയ്ക്ക് സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം ലഭിച്ചത്. 12ാം വയസ്സിൽ കളത്തിലിറങ്ങിയ തങ്കമ്മ 75ന്റെ നിറവിലും ചവിട്ടുകളിയിൽ സജീവമാണ്. നൂലുഞ്ചാരടുണ്ടോ ചവിട്ടി നേരത്താനേ, കോഴിക്കോട്ടങ്ങാടി നേരത്തിനായി പോകുമ്പോ മുലുഞ്ചാരടുണ്ടോ ചവിട്ടി നേരത്താനേ. മാതാപിതാക്കളിൽ നിന്നും സ്വായത്തമാക്കിയ കല പിന്നീട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ജനകീയമാക്കുകയുമാണ് തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ തങ്കമ്മ. അരനൂറ്റാണ്ടിലേറെയായി ഈ മേഖലയിൽ തങ്കമ്മയുണ്ട്. തങ്കമ്മയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചവിട്ടുകളി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം തങ്കമ്മയെ തേടിയെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് 2022 സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം പ്രഖ്യാപിച്ചത്. പുരസ്കാരം ലഭിച്ചുവെന്ന് കരുതി തന്റെ തൊഴിലുറപ്പ് തൊഴിൽ ഒഴിവാക്കി ആഘോഷിക്കാനൊന്നും തങ്കമ്മ തയ്യാറല്ല. സഹപ്രവർത്തകർക്കൊപ്പം പുരസ്കാരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് ജോലിയിൽ സജീവമാണ് തങ്കമ്മ. ഒരു 10-30 കൊല്ലമൊക്കെ ആയിരുന്നു ഈ പരിപാടിയിൽ ഞങ്ങളിങ്ങനെ പോയി തുടങ്ങിയിട്ട്. ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങളെ കാരണന്മാരായ കാലത്ത് ഈ പരിപാടി നടത്തിയിരുന്നതാണ്. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഇത് പോയി ശീലിച്ച് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് അത് പഠിഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു കലയോട് കൂടി ഞങ്ങളിങ്ങനെ കൊണ്ടടക്കുന്നുണ്ട്. ആ കലയിൽ പോയിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയത്. വാർദ്ധക്യത്തിലും ഈ പാരമ്പര്യകല അന്യം നിന്നു പോകരുത് എന്ന് കരുതിയാണ് ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് യുവതലമുറയ്ക്കും ചവിട്ടുകളിയിൽ പരിശീലനം നൽകുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ രംഗത്ത് തുടരാൻ തങ്കമ്മയ്ക്ക് സഹായകമാകുന്നു. തൊഴിലുറപ്പ് ജോലികൾക്കിടയിൽ ഒപ്പമുള്ളവരും തങ്കമ്മയ്ക്കൊപ്പം ചവിട്ടുകളി ഗാനങ്ങൾ ആലപിച്ച് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഭൂമിക്കാരെ, ഭൂമിയുടെ ദേശക്കാരെ, ഭൂമിയെ ഒന്ന് ഉണർത്തി തേരി, ഭൂമിയുടെ ദേശക്കാരെ. ന്യൂസ് 18 പട്ടാമ്പി. അയോധ്യ വിഷയത്തിൽ വിവാദങ്ങൾക്ക് മറുപടിയുമായി അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. അയോധ്യാന പ്രാണപ്രതിഷ്ഠയിലൂടെ BJP തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റി. തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയതെന്ന് പറയാൻ BJP എന്തിനാണ് മടിക്കുന്നത്? ചങ്കൂറ്റത്തോടെ അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിയെന്ന് പറയണം. അയോധ്യയിൽ പ്രാൺപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രിയല്ല, 4 നാൾ നീണ്ടുനിന്ന വൈദിക കർമ്മത്തിലോടുകൂടിയാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. അയോധ്യ മുസ്ലിം വിഷയമല്ല, ഹിന്ദു വിഷയവുമല്ല, അത് രാഷ്ട്രീയ വിഷയമാണെന്നും ചിദാനന്ദപുരി പ്രതികരിച്ചു. ക്ഷേത്രം തകർത്ത് പള്ളി പണിതു, പള്ളി പൊളിച്ചു, ക്ഷേത്രം പണിതു. ഇനി അത് ശക്തമായി നിലനിൽക്കണം. ഇനി അതിന് നേർക്ക് ഒരു ചുണ്ടുവിരൽ പോലും വിപരീതമായിട്ട് ഉയരരുത്. എങ്കിൽ അതിനുള്ള ജാഗ്രതയുള്ള സമൂഹം ഇവിടെ വളർന്നു വരണം. ഇതിനെ നിലനിർത്തേണ്ടത്, സംരക്ഷിക്കേണ്ടത്, പോഷിപ്പിക്കേണ്ടത് എന്റെ കർത്തവ്യമാണെന്നറിയുന്ന സമൂഹം. ആ സമൂഹത്തെ സൃഷ്ടിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ